റോഷി ഇന്ത്യയിലെന്ന് പോവും? നാളെ പോണം. അർജന്റായി തീർക്കേണ്ട ഒരു ശത്രു. കനക, നീ വിഷയോട് ശ്രദ്ധിക്കാൻ പറയണം. മാഡം, ഇവിടെ പോലീസ് ഇപ്പൊ നന്നായി റോന്തു വിറ്റുന്നുണ്ട്. ഇപ്പൊ പാലേരി ചന്തച്ചേരിയിലല്ലേ പോകുന്നത്? ഈ ബുള്ളറ്റൊക്കെ ഇതിനുള്ളിൽ ഇരുന്ന് തുരുമ്പിക്കും. ജോണി വല്ലപ്പോഴും ഒന്ന് പൊട്ടിക്കണ്ടേ? നമുക്ക് ഡ്രഗ് ഡി അഡിക്റ്റ് ആയ ഫ്രണ്ടിൽ നിന്നും അത് നൽകിയിരുന്നവരുടെ വിവരം ശേഖരിക്കാം. ചാനലിൽ സ്റ്റോറി ആവാൻ നൂറ സഹായിക്കും. എടാ, നിന്റെ കമ്മീഷണർ ചേട്ടന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ന്യൂസ് ചാനലിലെ അരുന്ധതി. ചേട്ടന് പ്രേമിക്കാനൊന്നും അറിയില്ല, പിന്നെ തല്ലിലാള് മിടുക്കനാ. വിശ്വ, ടീന മാഡം വിളിച്ചിരുന്നു. പോലീസ് നമ്മളെ തെരഞ്ഞു വരാം. അരുന്ധതി, നമ്മുടെ ചാനലിന് ഫണ്ട് ചെയ്യുന്ന പലരും ഇപ്പൊ പ്രതിപട്ടികയിലാണ്. സർ എന്തിനാ ടെൻഷൻ ആവുന്നതു? തെറ്റ് ചെയ്തവർ പിടിക്കപ്പെടട്ടെ. സാറ് പറയുന്നത് പോലെ മീഡിയ പ്രവർത്തനം ആർക്കെങ്കിലും വേണ്ടി വളച്ചോടിക്കാനുള്ളതല്ല. അതിലൊരു നേര് വേണം. നമ്മൾ ഇന്നലെ തുടങ്ങിയ പണിയല്ലല്ലോ ഇത്. ശിവനും ജഗനും നോക്കിക്കൊള്ളും. ബഹുമാനപ്പെട്ട മുഖ്യൻ, ഇന്ന് നിങ്ങൾക്കായി കുറെ ക്ഷേമ പദ്ധതികൾ അവതരിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് യുവജനങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗമാണ്. വിശ്വയുടെ വീട് എവിടെയാണ്? സാറേ, ഈ ഏരിയ പെശകാണ്. കൂടാതെ വിശ്വയെ തിരക്കി ആരും പുറത്തുനിന്ന് വരാറില്ല.